ഈ കാണുന്ന ആളെ, അതായത് ഇവളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവളെ പേര് വന്നിട്ട് ദിയ മേനോൻ എന്നാണ്. അത് ഒറിജിനൽ പേരെന്നല്ല, ചിറ്റു ദിയ മേനോൻ എന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ഒരു വലിയൊരു തട്ടിപ്പ് സംഘമാണ്. അതായത് ഫോറക്സ് ട്രേഡിംഗ് തട്ടിപ്പാണ് ഇവരുടെ പരിപാടി. എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയ അമ്മളിയാണ്. അവൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇവളെ മെസ്സേജ് കൊണ്ട് തിരിച്ചയച്ച് വീണ്ടും ഇവരുടെ വാട്സപ്പിൽ ഇവൻ അവൾ പ്രോഫിറ്റ് കാണിച്ച്, ഫോറക്സിൻ്റെ പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ട് ഇവൻ അതിൽ വീണ് ഇവൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആദ്യത്തെ ഇത് വിഡ്രോ ചെയ്ത് പിന്നെ ഈ ഒരു ബാങ്കിലേക്കാണ് അക്കൗണ്ടിലേക്കാണ് ഇട്ട് തരുന്നത് ക്യാഷ്. പക്ഷേ വേറെ വേറെ അക്കൗണ്ടുകളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പോലീസിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞത് ഇവർ മരിച്ച ആളുകളുടെ പേരിലോ അങ്ങനെയൊക്കെയാണ് അക്കൗണ്ട് എടുക്കുക, നമുക്കവരെ ട്രേസ് ചെയ്യാൻ പറ്റില്ല, യു പിയിലും അവിടെ ഇവിടെയൊക്കെയാണ് അക്കൗണ്ട്. പിന്നെ ഇവളൊക്കെ ഇത് ചെയ്യുന്നത് വിദേശത്തു നിന്നായിരിക്കും, ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ സാധ്യതയില്ല. വാട്സാപ്പ് നമ്പറൊന്നും നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ്. ഇപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഫോറക്സ് ട്രേഡിംഗ് നമ്മുടെ നാട്ടിൽ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് ഒരു അമളി പറ്റി. പക്ഷേ ചെറിയ എമൗണ്ട് പോയിട്ട് 1,50,000 എന്തോ പോയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ വളരെ എന്താ പറയുക, ഇതേമാതിരി ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത് ഐ ഡിയിൽ നിന്ന് വരുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അവരോട് ഫോറക്സോ എങ്ങനെയുള്ള യാതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അത്രയും നമുക്ക് വിശ്വാസമുള്ള ആളുകൾ മാത്രമായിട്ട് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. ഇത് വളരെയധികം തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ശ്രദ്ധിക്കുക ഇവളെ നന്നായിട്ട്. ഇവൾ വലിയൊരു സംഘമാണ് ഇവർ, ഒരുപാട് ആളുകളുണ്ട്. ഇവർ ഇങ്ങനെ ഓരോരുത്തരെ ഇവർ ക്യാച്ച് ചെയ്ത് അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരാണ് അവർ ഇതാവണം, അതൊക്കെ നല്ല ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു. ഇവിടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവർ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ 2 നമ്പറുണ്ട്, 3 നമ്പറുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്ര റിസ്ക്കാണ് സംഭവം. ഇത് സൈബർ ക്രൈമിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി വല്ല കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനത് തരാം. അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ.